ഡൽഹി ക്യാപിറ്റൽസുമായുള്ള RCBയുടെ മത്സരം ഏവരും ഉറ്റുനോക്കിയിരുന്നതാണ്. ടോപ്പ് ടേബിൾ പോരാട്ടത്തിൽ ജയിക്കുന്ന ടീമിന് പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടെ അടുക്കാമെന്നായിരുന്നു ഈ മത്സരത്തിന്റെ പ്രത്യേകത. RCB അങ്ങനെ ആ മത്സരത്തിൽ വിജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചിരുന്നെങ്കിലും ഇത് തന്നെ ആയനെ അവസ്ഥ. അതുകൊണ്ട് ഏവരും ആവേശത്തോടു കൂടെ കാത്തിരുന്ന മത്സരത്തിലാണ് RCB അക്ഷരാർത്ഥത്തിൽ പകരം വീട്ടിയത്. ഡൽഹി ക്യാപിറ്റൽസിനെ RCBയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കളിച്ചപ്പോൾ KL രാഹുലിന്റെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ ബലത്തിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചത്. അതിനുശേഷം മത്സരത്തിൽ രാഹുലിന്റെ സെലിബ്രേഷൻ അടക്കം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇന്നത്തെ മത്സരത്തിലും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് RCB കടന്നുപോയത്. 163 എന്ന വിജയലക്ഷ്യം ചേസിന് ഇറങ്ങിയ RCBക്ക് തുടക്കം മുതൽ വിക്കറ്റുകൾ നഷ്ടമായി. 26-ന് 3 എന്ന നിലയിൽ സമ്മർദ്ദത്തിലായിരുന്നപ്പോഴാണ് ക്രീസിൽ കൃണാൽ പാണ്ഡ്യയും വിരാട് കോഹ്ലിയും ഒന്നിക്കുന്നത്. കൃണാൽ പാണ്ഡ്യയുടെ അവസാനത്തെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത് 2017-ലായിരുന്നു. അതും ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന്റെ ടോപ്പ് ഓർഡറിൽ കളിക്കുമ്പോൾ. ആ മത്സരത്തിൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്തുകൊണ്ട് കൃണാലിന് ബാറ്റിംഗ് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും അത്തരത്തിൽ ബാറ്റ് ചെയ്യാനോ വേണ്ടത്ര പ്രകടനം പുറത്തെടുക്കാനോ കൃണാൽ പാണ്ഡ്യയ്ക്ക് സാധിച്ചിരുന്നില്ല. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അൺറേറ്റഡ് താരങ്ങളിൽ ഒരാൾ തന്നെയാണ് കൃണാൽ പാണ്ഡ്യ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്ന് വിരാട് കോഹ്ലിയോടൊപ്പം ചേർന്ന് 119 റൺസിന്റെ കൂട്ടുകെട്ടാണ് 84 പന്തിൽ ഒരുക്കിയത്. 47 പന്തിൽ 73 റൺസാണ് പാണ്ഡ്യ നേടിയത്. 5 4-ഉം 4 6-ഉം അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ്. മത്സരത്തിൽ ഏറെ പ്രശ്നം നേരിടുന്ന സമയത്താണ് കൃണാൽ ക്രീസിലെത്തിയത്. കോഹ്ലിയോടൊപ്പം ചേർന്ന് RCBയെ വിജയത്തിലേക്ക് എത്തിക്കാനും നിർണായക പങ്ക് താരം വഹിച്ചു. ബോളിംഗിലാകട്ടെ മികച്ച രീതിയിൽ പ്രകടനം കൃണാൽ പാണ്ഡ്യ പുറത്തെടുത്തു. 4 ഓവറിൽ 28 റൺസ് മാത്രം വഴങ്ങി ഒരു സുപ്രധാന വിക്കറ്റാണ് നേടിയത്. ആ നേടിയത് ഫാഫ് ഡു പ്ലസിയുടെ വിക്കറ്റും. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളുടെ പട്ടിക എടുത്താൽ എന്നും കൃണാൽ പാണ്ഡ്യയുടെ പേര് ചേർക്കാം. എന്നാൽ അങ്ങനെ ആരും എവിടെയും പുകഴ്ത്താത്തൊരു പേര് തന്നെയാണ് കൃണാൽ പാണ്ഡ്യ. പക്ഷേ IPLിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ചതെന്ന് പറയാം. 136 IPL മത്സരങ്ങൾ താരം ഇതുവരെ കളിച്ചിട്ടുണ്ട്. 1671 റൺസാണ് നേടിയിട്ടുള്ളത്. 131 സ്ട്രൈക്ക് റേറ്റിൽ 22 ശരാശരി. ബോളിംഗിൽ 136 മത്സരങ്ങളിൽ നിന്ന് തന്നെ 88 വിക്കറ്റ് താരത്തിന്റെ പക്കലുണ്ട്. 7.47 എക്കണോമി. അന്താരാഷ്ട്ര മത്സരങ്ങളിലും താരം ഇതിനോടകം തന്നെ അരങ്ങേറിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ മെഗാ താരലേലത്തിലാണ് മുൻ ലക്നൗ നായകൻ കൂടിയായ കൃണാൽ പാണ്ഡ്യ RCBയിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയില്ലാതെ ആരാധകർ തന്നെ വരവേറ്റ താരം ഇന്ന് ടീമിന്റെ നിർണായക ഭാഗങ്ങളിൽ ഒരാൾ കൂടിയാണ്.